ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മത്തൻ കൊണ്ടുള്ള ഒരു പുളിങ്കറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റിന് കുറവുണ്ടാകുമെന്നൊന്നും വിചാരിക്കേണ്ട. ചോറിൻ്റെ കൂടെ വേറൊരു കറിൻ്റെ ആവശ്യമില്ല, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. ഈ ഒരു പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം മത്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി നേരത്തെ കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതേനും അത് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് 2 വിസിൽ നേരം ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ചട്ടിയിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് 10-15 കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ടല്ല ഇടുന്നത്, ചതച്ചിട്ടാണ്. അപ്പോൾ ചതച്ചിട്ടിടുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം കളർ മാറി വരുന്നവരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഉള്ളി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത്. അതും ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പിന്നെ 1 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 3/4 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ടിടുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ട് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മത്തൻ കഷ്ണങ്ങൾ ചാറോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം കുക്കറിൽ 2 വിസിൽ വേവിച്ചെടുത്ത മത്തൻ കഷ്ണങ്ങളാണ്. ഇനി ഇതിനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ കഷ്ണങ്ങളും അടിച്ചെടുക്കണമെന്നില്ല, 1-2 കഷ്ണങ്ങളവിടെ ബാക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. ചില മത്തൻ ഇതിപ്പോൾ മൂപ്പ് കൂടിയുള്ളതെന്ന് അറിയില്ല, 2 വിസിൽ വേവിച്ചിട്ടും ഈ ഒരു പാകത്തിലുള്ളത്. ചിലത് ഒറ്റൊരു പ്രാവശ്യം വിസിലടിച്ചാൽ തന്നെ നല്ലോണം വെന്ത് കിട്ടും. ഇനി പോരാത്ത ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഇതിനെ ഒന്ന് അടച്ച് വെക്കാം. ഒരു 1-2 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് ഇതിപ്പോൾ കറി റെഡിയായി. ഇനി ചെറിയൊരു വറവും കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മത്തൻ പുളിങ്കറി റെഡിയായി. 1 സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നേരെ നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അന്നേരം തന്നെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു കറി വറവിടുന്ന സമയത്തും ആ ടൈമിൽ നമ്മൾ ഇളക്കാണ്ട് കുറച്ച് സമയം മൂടി വെക്കുമ്പോഴാണ് കൂടുതൽ ഫ്ലേവർ ഉണ്ടാകുക. ഇതിപ്പോൾ കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. നല്ല മണമുണ്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കറി മാത്രം കൂട്ടിയിട്ട് തന്നെ നമുക്ക് കുറേ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്